അസ്സലാമു അലൈക്കും. ബഹുമാന്യരായ ഡോക്ടർ ഫസൽ ഗഫൂർ, പ്രിയപ്പെട്ട നേതാക്കളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, MES സംഘടിപ്പിച്ചിട്ടുള്ള ഇഫ്താർ നമുക്കൊന്നിച്ചിരിക്കുവാനുള്ള ഒരവസരം കൂടി നൽകിയിരിക്കുകയാണ്. ഇത്തരം കൂടിയിരുത്തങ്ങൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു പോസിറ്റീവ് എനർജി നൽകുന്നതാണ്. നമ്മൾ ആശങ്കകളും പ്രതിസന്ധികളും മാത്രം പങ്കുവച്ച് നമ്മുടേതായ ഇടങ്ങളിലേക്ക് ചുരുങ്ങുമ്പോൾ നമുക്ക് പോസിറ്റീവ് എനർജി ലഭിക്കുന്ന ഇത്തരം ഇടങ്ങളിൽ കൂടുതൽ പ്രത്യക്ഷപ്പെടാൻ അവസരങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാചകം മാത്രമാണ് എന്നോട് പറയുന്നത്. ഒരു മനുഷ്യൻ പറയുകയാണ്, ജനങ്ങളൊക്കെ നശിച്ചിരിക്കുന്നു, ഇവിടെ ആകെ പ്രതിസന്ധിയാണ്, പ്രയാസങ്ങളാണ്, പ്രശ്നങ്ങളാണ്, ഒന്നും ശരിയാവില്ല എന്ന് പറയുന്ന ആ മനുഷ്യനായിരിക്കും നാശത്തിൽ ആദ്യം ചെന്ന് വീഴുന്നവൻ. ഇത് സൂചിപ്പിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ, വെറും ഈ പ്രതിസന്ധികളും പ്രയാസങ്ങളും പറഞ്ഞ് മനുഷ്യരുടെ മനസ്സ് മടുപ്പിക്കാതെ, എന്നാൽ യാഥാർത്ഥ്യങ്ങൾ പറയണ്ട എന്നല്ലാതെ ഒന്നിച്ചു കൂടുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ലഭിക്കണം. നമ്മുടെ സമൂഹം ശരിയാവും, നമ്മുടെ യുവതലമുറ ശരിയാവും, നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. നമ്മുടെ ഭാഗത്തു നിന്ന് ചില പിഴവുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ചില പൊളിച്ചെഴുത്തുകളൊക്കെ അനിവാര്യമാണ്. നമ്മുടെ മതപഠന മേഖലയിൽ ആധുനികവൽക്കരണം അനിവാര്യമാണ്. അത് കരുതി മദ്രസയിൽ പോയ കുട്ടികളാണ് എല്ലാ പ്രശ്നങ്ങളുടെയും കാരണക്കാരൻ, സൺഡേ സ്കൂളിൽ പോയ കുട്ടികളാണ് എല്ലാ പ്രശ്നങ്ങളുടെയും കാരണക്കാരന്, അമ്പലത്തിൽ പോകുന്ന കുട്ടികളാണ്, ഇങ്ങനെ മൊത്തത്തിൽ സാമാന്യവൽക്കരിച്ചുകൊണ്ട് പറയുന്നത് കൊണ്ടൊന്നും സമൂഹത്തിൽ യാതൊരു മാറ്റവും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മതം പഠിക്കും, ആ മതം ഉള്ളിൽ കയറാത്തവരിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും, സ്വാഭാവികമാണ്. അപ്പം അതുകൊണ്ട് മനസ്സ് ശുദ്ധീകരിക്കുന്ന ബോധവൽക്കരണങ്ങൾ നിരന്തരം നടത്തേണ്ടതുണ്ട്. ബോധവൽക്കരണം ഫലപ്പെടില്ല എന്ന് പറഞ്ഞ് നിർത്തേണ്ട ഒരു കാര്യമല്ല. എന്താ ഇപ്പോൾ ഈ പറഞ്ഞിട്ട് കാര്യം? ജനങ്ങളൊക്കെ നശിച്ചു പോയിരിക്കുന്നു പറഞ്ഞിട്ട് കാര്യമില്ല. ബോധവൽക്കരണം നിരന്തരമായിട്ട് നടക്കുമ്പോൾ മാത്രമാണ്, സമൂഹത്തിൻ്റെ ഒരു ജാഗ്രത ഉണ്ടാകുമ്പോൾ മാത്രമാണ് മാറ്റങ്ങൾ ഉണ്ടാവുക. അതുകൊണ്ട് മാറ്റങ്ങൾ ഉണ്ടാവും. അങ്ങനെ ഒരു ശുഭാപ്തി വിശ്വാസമുള്ള പ്രസ്ഥാനമാണ് MES എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒറ്റ കാര്യം കൂടി, 1922 കൊടുങ്ങല്ലൂർ കേന്ദ്രമായി രൂപീകരിക്കപ്പെട്ടിട്ടുള്ള മുസ്ലിം ഐക്യസം കേരള മുസ്ലിം ചരിത്രത്തിലെ തന്നെ ഒരു നവോത്ഥാന പ്രസ്ഥാനമാണ്. കേരള മുസ്ലിം നവോത്ഥാന ചരിത്രത്തിൽ വായിക്കുമ്പോൾ നമുക്കൊരു ശ്രദ്ധേയമായ സാന്നിധ്യമാണ് മുസ്ലിം ഐക്യസംഘം. അതിൻ്റെ ഒരു പ്രൊഡക്റ്റാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അരുവിയാണ് MES പ്രസ്ഥാനം. അതുകൊണ്ട് തന്നെ അവരുടെ നിലപാടുകൾ, അവരുടെ സാംസ്കാരിക അടിത്തറ, അവരുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, അതുപോലെ ഈ സമൂഹത്തെ മൊത്തത്തിൽ ഒന്നായി കാണുവാനുള്ള ആ കാഴ്ചപ്പാട്, അതെല്ലാം തന്നെ എല്ലാവരും അംഗീകരിക്കുന്നതാണ്. ഒരുപാട് മാറ്റങ്ങൾ അവർ വരുത്തിയിട്ടുണ്ട്, മാറ്റങ്ങൾ ഇനിയും വരുത്താൻ കഴിയും. ഏതായാലും ഈ കുടക്കീഴിൽ ഒരിക്കൽ കൂടി ഒത്തുകൂടാൻ സാധിച്ചതിലുള്ള നന്ദി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു.